എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ആമേൻ. മുമ്പിൽ വെച്ചിരുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനും യേശുവിനെ നോക്കുക. നമ്മൾ ഈ ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് ഇന്നലെ ചിന്തിച്ചത്. അപ്പൊ നമ്മൾ അത് യേശുവിനെ നോക്കുക എന്നതിനോട് ചേർത്ത് നമ്മൾ ഇന്നലെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ചിന്തിച്ചായിരുന്നു. നമ്മൾ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം 26-ാം വാക്യം, 27-ാം വാക്യം, 28-ാം വാക്യം. അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിന്റെ കണക്ഷന് വേണ്ടി ജസ്റ്റ് വായിക്കുന്നതേ ഉള്ളൂ. വായിക്കാം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗത്തിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിലിടുന്ന എല്ലാ ഇടജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല പൂജരജന്തുവിന്മേലും വാഴുവി എന്നവരോട് കൽപ്പിച്ചു. അപ്പൊ അവിടെ വാക്യം വളരെ വ്യക്തമാണ്. നമ്മളത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, പല ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ ദൈവം ആദമിനെയും ഹവയെയും സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിച്ചിട്ട് അവരോട് പറഞ്ഞത് ദൈവം അവരെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ദൈവത്തിന്റെ സ്വരൂപം നമ്മൾ ഇന്നലെ വായിച്ചു, സ്പിരിറ്റ് ആണ്. ഗോഡ് ഈസ് സ്പിരിറ്റ്. അപ്പൊ അവൻ സ്പിരിറ്റ് ആയതുകൊണ്ട് തന്നെ ദൈവം തേജസ്സും ബഹുമാനവും ആദമിനെയും ഹവ്വയെയും അണിയിച്ചു. എന്നാൽ നമ്മൾ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ആദാം ലിവിങ് സോൾ. എങ്ങനെയാണ്? ലിവിങ് സോൾ. ഇംഗ്ലീഷിൽ ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ലിവിങ് സോൾ. ഒന്ന് പറയാവോ? ലിവിങ് സോൾ. അപ്പൊ ലിവിങ് സോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ അല്പം കൂടെ ശ്രദ്ധയോടെ എൻ്റെ കൂടെ അടുത്ത് വന്ന് നിൽക്കണേ. അതായത് സോൾ, there is no life in itself. സോളിൽ തന്നെ ജീവനില്ല. അപ്പോൾ ലിവിങ് സോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ജീവൻ തരുന്നത് എന്താണ്? ജീവൻ തരുന്നത് ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം പറയുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവ്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പോഴ് ജീവൻ തരുന്ന എന്താണ്? ആത്മാവാണ് ജീവൻ തരുന്നത്, ജീവിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്കറിയാം. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 15-ാം അധ്യായം 45-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പം ജീവിപ്പിക്കുന്ന ആത്മാവാരാണ്? ജീവിപ്പിക്കുന്ന ആത്മാവാരാ? ജീവിപ്പിക്കുന്ന ആത്മാവ് ക്രിസ്തു. ജീവിപ്പിക്കുന്ന ആത്മാവ് ക്രിസ്തു. അപ്പൊ ആദാം ആരായിരുന്നു? ജീവനുള്ള ദേഹി. അപ്പൊ ജീവൻ ആരാ? നിങ്ങളൊന്ന് കൂടെ വന്നേ. അതായത് ആദാം ആരായിരുന്നു? ജീവനുള്ള ദേഹി. ക്രിസ്തു ആരാ? ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പൊ ആദം ആരായിരുന്നു? ജീവനുള്ള ദേഹി. ജീവൻ ആരാ? ക്രിസ്തു. അപ്പൊ ആദം ആരാ? ക്രിസ്തു ഉള്ള ദേഹി. അപ്പൊ ആദാം ആരായിരുന്നു? ക്രിസ്തുവല്ല മനസ്സുള്ളവൻ. ക്രിസ്തു അകത്തുണ്ട്, മനസ്സുണ്ട്. പക്ഷെ ആദമിന് ഒരു ചെറിയ കുഴപ്പം പറ്റി. ആദാം ഇത് തിരിച്ചറിഞ്ഞില്ല. ആദമിനകത്ത് ക്രിസ്തു ഉണ്ട്, തിരിച്ചറിഞ്ഞില്ല. നമുക്ക് 1 പത്രോസിലായി നമ്മൾ ഇന്നലെ വായിച്ചായിരുന്നു, 1 പത്രോസ് 1:11, അവരിലെ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പഴയ വിശുദ്ധന്മാരെല്ലാം ആരുണ്ടായിരുന്നു? ക്രിസ്തു ഉണ്ടായിരുന്നു. പക്ഷേ അവരിലെ ക്രിസ്തുവിന്റെ ആത്മാവിനെ അവർ തിരിച്ചറിയാതെ പോയി. അപ്പൊ ക്രിസ്തു ആരാണ്? ക്രിസ്തു ആരാണെന്നുള്ളത് മനസ്സിലാക്കണം. കൊലോസ്യർ 1:15 വായിക്കാം. കൊലോസ്യർ 1:15.
അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. റോമർ 5:14. റോമർ 5:14. എന്നാൽ എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. യോഹന്നാൻ 1:18. യോഹന്നാൻ 1:18. ജോൺ 1:18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെല്ലാം കണ്ടോ? അതായത് യേശു ആരാണ്? അദൃശ്യനായ ദൈവത്തിന്റെ, ഇൻവിസിബിൾ ഗോഡിന്റെ വിസിബിൾ ഫോമാണ് ജീസസ് ക്രൈസ്റ്റ്. ഇൻവിസിബിൾ ഗോഡിന്റെ വിസിബിൾ ഫോമാണ് ജീസസ് ക്രൈസ്റ്റ്. മനസ്സിലായോ? അപ്പൊ ഇൻവിസിബിൾ ഗോഡിന്റെ വിസിബിൾ ഫോമായ ക്രൈസ്റ്റ്. അപ്പോ ദൈവ സാദൃശ്യത്തിലാണ് ആരെ സൃഷ്ടിച്ചത്? ആദമിനെ സൃഷ്ടിച്ചത്. അപ്പൊ ആദമിന്റെ അകത്ത് ആരുണ്ടായിരുന്നു? ക്രിസ്തു. അപ്പൊ ആദമിന്റെ അകത്ത് ആരുണ്ട്? ക്രിസ്തുവിന്റെ സാദൃശ്യമാകുന്ന ക്രിസ്തു. മനസ്സിലായോ? അപ്പൊ ദൈവം എങ്ങനെയാ പറഞ്ഞത്? നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ദൈവത്തിന്റെ സാദൃശ്യം ആരാ? ക്രൈസ്റ്റ്. കണ്ടോ? അപ്പൊ അതാണ് റോമർ 5:14 പറയുന്നത്, വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ആ ആദാം ആരായിരുന്നു? വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. അപ്പൊ ആ ആദാമിന്റെ അകത്ത് ക്രിസ്തു ഉണ്ടായിരുന്നു. ആരുണ്ട്? ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രൈസ്റ്റ്. ലിവിങ് സോൾ എന്ന് വെച്ചാൽ ലൈഫ് പ്ലസ് സോൾ. ക്രൈസ്റ്റ് ആരാ? ലൈഫ്. ക്രൈസ്റ്റ് പ്ലസ് ലൈഫ് എന്നല്ല, ക്രൈസ്റ്റ് ഈസ് ലൈഫ്. ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ഈസ് ക്രൈസ്റ്റ്. 1 Corinthians chapter 15 verse 45. Christ is life giving spirit. അപ്പൊ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ആകുന്ന ക്രൈസ്റ്റ് ആദമിന്റെ ലൈഫായിട്ടിരുന്ന ലൈഫ് ഉള്ള സോൾ, അതായിരുന്നു ആദാം. ആ ആദാമിന്റെ ഇമാജിനേഷനില് അപ്പൊ സോൾ ഉണ്ട്. എന്താ? ഇമാജിനേഷൻ റെലം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിശാച് വന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3:5 ചോദ്യം ചോദിക്കുക. ഉൽപ്പത്തി പുസ്തകം 3:5. ജനസിസ് ചാപ്റ്റർ 3 verse 5. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ പിശാച് വന്നിട്ട് പറയുകയാണ്, ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് ഒരു സങ്കല്പത്തിന്റെ വിത്തിട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ 2 രീതിയിൽ കാര്യങ്ങളെ സങ്കല്പിക്കാം. ഞാൻ നേരെ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞു തോന്നുന്നു. ഒന്ന്, ഉള്ളതിനെ സങ്കല്പിക്കാം, അല്ലെ? ഉള്ള ഒരു കാര്യത്തിൽ നിങ്ങളോട് പറയാം, ഇങ്ങനൊന്ന് സങ്കല്പിച്ചേ, ഇന്നതാണ് ഇന്ന സ്ഥലത്തുള്ള സങ്കല്പം. 2, ഇല്ലാത്തതിനെ സങ്കല്പിക്കാനായിട്ട് പറയാം. എന്താ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു കാറ് ഉണ്ടെന്ന് സങ്കല്പിച്ച്, കാറില്ലാത്ത ഒരാളോട് പറയാണ്, നിങ്ങൾക്കൊരു കാറ് ഉണ്ടെന്ന് സങ്കല്പിച്ച്, നിങ്ങൾക്കൊരു ജെറ്റ്, ഒരു 5 ജെറ്റ് ഉണ്ടെന്ന് സങ്കല്പിച്ചേ. അപ്പൊ അതാ സങ്കല്പിക്കുന്നു, ഇല്ലാത്തതിനെ സങ്കല്പിക്കുന്നു. നിങ്ങളിപ്പോ വീട്ടിലിരിക്കുക, നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കാറിന്റെ അകത്തിരിക്കുന്നു എന്ന് സങ്കല്പിച്ചേ. നിങ്ങൾ ഇരിക്കുന്നത് വീട്ടിലാണ്, പക്ഷെ നിങ്ങൾ കാറിലാണെന്ന് സങ്കല്പിച്ചേ. അപ്പൊ സങ്കല്പം എന്ത് രീതിയിൽ സങ്കല്പിക്കുക? 2 രീതിയിൽ. ഒന്ന്, ഉള്ളതിനെ കുറിച്ച് സങ്കല്പത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം, ഇല്ലാത്തതിനെ കുറിച്ച് സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ഈ 2ന്റെയും സങ്കല്പത്തിന്റെ റൂട്ട് ഏതാ? വേർഡ്, വചനം പറയുമ്പോഴാണ് മനുഷ്യനുള്ളിൽ സങ്കല്പത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത്. സങ്കല്പം എന്ന് പറയുന്നത് കെട്ടിടത്തിന് ഇഷ്ടിക എന്ന് പറയുന്നത് വചനമാണ്. അപ്പോ വചനം കൊണ്ട് ആ പിശാച് ഒരു കാര്യം ചെയ്തു, വചനം ഇട്ടുകൊടുത്തുടനെ ആദമിന്റെയും ഹവ്വയുടെയും ഇമാജിനേഷൻ റലം ചിറകടിച്ച് പറക്കാൻ തുടങ്ങി, അല്ലേ? കാവ്യഭാഷയിൽ പറഞ്ഞാൽ, അല്ലേ, ആദമിന്റെയും ഹവ്വയുടെയും സങ്കല്പത്തിന് ചിറക് വെച്ച് പറക്കാൻ തുടങ്ങി.
പറന്നു. 6-ാം വാക്യം 3:6, Genesis 3:6. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അപ്പൊ ഇവിടെ കാണുന്നത് സ്ത്രീയുടെ ഇമാജിനേഷൻ റെലം ഓപ്പൺ ആയി. അവൾ ചിന്തിച്ചു, കാണാൻ കൊള്ളാം, അത് കുഴപ്പമില്ല, പക്ഷെ തിന്മാൻ നല്ലത് എവിടെ നിന്ന് കിട്ടി? ജ്ഞാനം പ്രാപിപ്പാൻ നല്ലത് എവിടെ നിന്ന് കിട്ടി? സങ്കല്പം. അപ്പൊ ഈ സങ്കല്പ റലത്തിലേക്ക് ഇവർ വീണു. ഇവരുടെ ലൈഫ് സാങ്കല്പികമായിട്ട് ചലിക്കാൻ തുടങ്ങി. അപ്പോഴ് ഈ സങ്കല്പ ലോകത്ത് നിൽക്കുന്നവനാണ് ഭയം. ഈ സാങ്കല്പിക ലോകത്തിലേക്ക് വന്ന അവൻ ഒരു കാര്യം ചെയ്തു. ദൈവത്തെ കണ്ടപ്പോ ഭയന്നു. എവിടുന്നാ ഭയം വരുന്നത്? സങ്കല്പം. എങ്ങനെയാ സങ്കല്പം? ദൈവം കൊല്ലുവോ? ദൈവം തകർക്കുവോ? ദൈവം ശിക്ഷിക്കുവോ? ഭയം. സങ്കല്പത്തിലൂടെ ഭയം വന്നു. ഭയം. ആ ഭയം വന്ന ആദാം ഒളിച്ചുപോയി. ആ ഭയം വന്ന ആദാമിന് ജനിച്ച കുഞ്ഞുങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങി. ദൈവം എന്നോട് പ്രസാദിച്ചില്ല. കായീൻ സങ്കല്പിച്ചു, ഇവനെ കൊന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ, സങ്കല്പിച്ചു. അവിടെ നിന്നൊരു ജീവിതയാത്ര തുടങ്ങുകയായിരുന്നു. പിന്നത്തതിൽ അവരുടെ 5-ാം അധ്യായത്തിൽ വംശപാരമ്പര്യം എഴുതിയിട്ട് 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, chapter 6 verse 3. അപ്പോൾ യഹോവ മനുഷ്യരിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. ജഡം, അതായത് ഒരു മനുഷ്യൻ എപ്പോഴാണോ തന്റെ സങ്കല്പത്തിനൊത്ത് നിൽക്കുന്നത് അവന്റെ പേരാണ് ജഡം. അതായത് ഒരുവൻ തന്റെ സോൾ പറയുന്നത് അനുസരിച്ച് മനസ്സിന്റെ സുഖത്തിന് മാത്രം പ്രയോറിറ്റി കൊടുത്തു പോകുന്ന വ്യക്തിയുടെ പേരാണ് ജഡം. ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല. അപ്പം ജഡവും മോഹവും ചേർന്ന് പോകുന്ന സ്ഥലത്ത് പറയുന്ന പേരാണ് ജഡം. അപ്പോ ആദം എന്ത് ചെയ്യാന്ന് പറയും? ജഡമല്ലോ, അവൻ ആത്മാവിന് കീഴ്പ്പെടാത്തവനായി മാറി. അതുകൊണ്ടാണ് അതിന്റെ 5-ാം വാക്യം എഴുതിയിരിക്കുന്നത്. വായിക്കാം 5-ാം വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു. അടുത്ത വാക്യം കൂടെ. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. എന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യന്റെ പ്രവൃത്തി ദോഷം കൊണ്ടല്ല, മനസ്സിലെ നിരൂപണങ്ങൾ കർത്താവിന്റെ ഹൃദയത്തിന് വ്യസനമായി തീർന്നു. അപ്പോ എവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിനകത്ത്, നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ ഞാൻ പറയാം, ഇന്നലെ പറഞ്ഞല്ലോ, ശരീരത്തിന്റെ ഡ്രസ്സ് വസ്ത്രം, മനസ്സിന്റെ ഡ്രസ്സ് ഇമാജിനേഷൻസ്, ആത്മാവിന്റെ ഡ്രസ്സ് ഗ്ലോറി ഓഫ് ഗാഡ്. അപ്പൊ നമ്മൾ ഇത് എവിടുന്നാ പോകുന്നത്? നമ്മൾ ഇവിടെ നിന്ന് ശരീരത്തിലേക്ക് വരും, ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്ക് പോകും. അത് ഈ മെസ്സേജ് പറഞ്ഞു തരുമ്പോൾ ഞാൻ വിചാരിക്കുന്ന നാളെയും അല്പം നേരത്തെ തന്നെ തുടങ്ങും. നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ മെസ്സേജ് പറഞ്ഞു തീരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ നിങ്ങൾ കാണും. നിങ്ങൾ ഈ പറയുന്ന മെസ്സേജിനോട് കൂടെ നിങ്ങൾ ചലിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ അത്ഭുതത്തെ കാണും ഈ മെസ്സേജ് പറഞ്ഞു തീരുമ്പോൾ. അപ്പൊ അവിടെ ഒരു കാര്യം നടന്നു. മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി. എന്നാൽ അങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകൾ, ദൈവത്തെ ഏറ്റവും പ്രയാസപ്പെടുത്ത നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളാണ്, ഭാവനകളാണ്. കർത്താവിന് നൊമ്പരം വന്ന ആ സീസണിൽ 9-ാമത്തെ വാക്യം 6:9. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അവൻ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. അപ്പോ ചിന്തിച്ചു നോക്കിക്കേ, ഇവിടെ നിങ്ങൾ മറക്കരുത്, മറ്റുള്ളവരുടെ ഹൃദയ നിരൂപണമെല്ലാം ദോഷമുള്ളതായിരിക്കെ
ഇവൻ നിഷ്കളങ്കൻ, ഹൃദയ നിരൂപണത്തിൽ ചൊവ്വേ നേരെ നടക്കുന്ന ഒരുത്തിനെ കിട്ടി കർത്താവിന്. അവനോട് അവന്റെ ഇമാജിനേഷനെ കർത്താവ് തൊട്ടു. എന്താ ഇമാജിനേഷൻ എന്നറിയാമോ? എടാ മോനെ, ഞാൻ മഴ പെയ്യിക്കാൻ പോവാ. അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ ഇതുവരെ. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലത്തെ തണുപ്പിക്കുന്ന കാലത്ത് ഒരു സങ്കല്പം നോഹയുടെ അകത്തിട്ടു. ആമേൻ. അതായത് ദൈവത്തിന്റെ സങ്കല്പത്തിനൊത്ത് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരുവനെ ദൈവം തേടി നടന്നു. ഒരാളെ കിട്ടി, നോഹയെ കിട്ടി. അതുകൊണ്ട് മഴ പെയ്യാൻ പോകും. അവൻ ഈ സങ്കല്പം പ്രസംഗിച്ചു 120 ദിവസം. ഒറ്റൊരുത്തും ഈ സങ്കല്പത്തിനൊത്ത് വന്നില്ല. ആ സങ്കല്പത്തിന് പകരം ഇത് വെറും സങ്കല്പമാണെന്ന് പറഞ്ഞ് സങ്കല്പിച്ചവരെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോ ദൈവം പറഞ്ഞതിനെ സങ്കല്പിച്ചവൻ ദൈവം സങ്കല്പിച്ച പോലെ മഴവെള്ളത്തിന്റെ പുറത്തൂടെ പൊങ്ങി വന്ന് വീണ്ടും അവന്റെ ആറ് വ്യക്തികൾ, അതായത് അവന്റെ 3 മക്കളും അവരുടെ തലമുറകളുമായിട്ട് ഭൂമിയെ നിറയ്ക്കുന്ന ഒരു വംശപാരമ്പര്യം ആരംഭിച്ചു. അപ്പൊ 6-ാം അധ്യായത്തിൽ നോഹയുടെ ജീവിതത്തിൽ ഈ കാര്യം പറഞ്ഞ് 7-ാം അധ്യായത്തിൽ ദൈവം പണികളെല്ലാം ചെയ്തു കൊടുത്തു. 8-ാം അധ്യായത്തിൽ വെള്ളം പൊങ്ങി. 9-ാം അധ്യായത്തിൽ ദൈവം വീണ്ടും 8-ാം അധ്യായത്തിൽ അവർ വീണ്ടും പുറത്തിറങ്ങി. 9-ാം അധ്യായത്തിൽ ദൈവം നോഹയായിട്ട് ഉടമ്പടി ചെയ്തു, ഇനി ഞാൻ ഭൂമിയെ നശിപ്പിക്കത്തില്ല. 10-ാം അധ്യായത്തിൽ വംശപാരമ്പര്യത്തെ കുറിച്ച് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ വംശപാരമ്പര്യം ആരെ ജനിപ്പിച്ചു, കഥകളെല്ലാം പറഞ്ഞു വന്നിട്ട് 11-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോഴത്തേനും വേറൊരു സംഭവം താണ്ട് കയറി വരുന്നു. വായിക്കാം അതിന്റെ 1-ാം വാക്യം. ഉൽപ്പത്തി 11:1. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. മതി. 4-ാം വാക്യം. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിതിട്ടില്ല. ഇതുവരെ ഗോപുരം എന്താന്ന് വല്ലവർക്ക് അറിയാമോ? ഇല്ല. പട്ടണം എന്താണെന്ന് ആർക്കും അറിയാം? ഇല്ല. കാരണം പട്ടണവും ഗോപുരവും ഒന്നും അവർ കണ്ടിട്ടില്ലേ. ഇപ്പൊ നമ്മളെടുത്ത് പട്ടണം ഗോപുരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലെ? പക്ഷെ അന്നത്തെ കാലത്തോ പട്ടണം ഗോപുരം നമ്മൾ ചിന്തിച്ചു നോക്കി. ശൂന്യാകാശം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? കണ്ടിട്ടില്ല, പക്ഷെ സങ്കല്പിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവര് പട്ടണം ഗോപുരം ഇമാജിൻ, അവര് സങ്കല്പിച്ചു. കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെ? കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ ബ്രെയിനിൽ ഇമാജിൻഡ്, അവര് സങ്കല്പിച്ചു. അവരുടെ സങ്കല്പറെല്ലാം ഓപ്പണായി. സങ്കല്പിച്ചു. എന്തിനെ സങ്കല്പിച്ചു? കെട്ടിടം, ഗോപുരം പണിതിനെ സങ്കല്പിച്ചു. പട്ടണം പണിതിനെ സങ്കല്പിച്ചു. സങ്കല്പിച്ചതിനെ പറഞ്ഞു. കണ്ടോ? ഇന്നലെ നമ്മൾ ചിന്തിച്ച ഓർമ്മയുണ്ടോ? വാക്കുകൾ സങ്കല്പത്തെ കൊണ്ടുവരും, സങ്കല്പം വാക്കുകളെ ജനിപ്പിക്കും, ആ വാക്കുകൾ പറയുന്നതിനെ ജനിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം. വാക്കുകൾ നിങ്ങളിൽ എന്തിനെ കൊണ്ടുവരും? സങ്കല്പങ്ങളെ ജനിപ്പിക്കും. ആ സങ്കല്പിക്കുന്നത് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ പറയുന്നത് സൃഷ്ടിക്കപ്പെടും. മനസ്സിലായോ? ശരി, നമ്മൾ അങ്ങോട്ടാ വരുന്നത്. അപ്പോ ഇവര് എന്നിട്ട് പട്ടണവും പണിയുക എന്നിട്ട് നമുക്ക് പേരുണ്ടാക്കുക എന്ന് പറഞ്ഞു. സങ്കല്പിച്ചതിനെ പറഞ്ഞു. ഓക്കെ, 6-ാം വാക്യം. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. ഇവരുടെ ഭാഷയൊന്ന്, ജനമൊന്ന്, ഇവർ ചെയ്യാനായിട്ട് ഇമാജിൻ ചെയ്യുന്നതൊന്നും, അവരുടെ ഇമാജിനേഷൻ ഒന്നും അസാധ്യമാകത്തില്ല. ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഇമാജിനേഷന്റെ റെല ഒന്നും വിശാലമാകണം കേട്ടോ. അതുകൊണ്ട് കർത്താവ് ആമേൻ അല്ലെങ്കിൽ യേശയ്യാപ്രവാചകന്റെ പുസ്തകം നിങ്ങളുടെ അതിർത്തികളെ വിശാലമാക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ ചിന്താ മേഖലയിൽ ഒരു മാറ്റം വരാത്തിടത്തോളം നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രാപിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ ചിന്തകളിൽ ഒരു മാറ്റം വരാത്തിടത്തോളം നിങ്ങൾക്കൊരു അത്ഭുതം പ്രാപിക്കാൻ സാധ്യമല്ല. അവര് സങ്കല്പിച്ചു. അവർ വിചാരിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാവുകയില്ല. എന്നിട്ട് ദൈവം എന്താ ചെയ്തേ? 6-ാം വാക്യം, 5-ാം വാക്യം. 5-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. യഹോവ ഇറങ്ങി വന്നത് എന്തിനാണ്? മനുഷ്യൻ പണിത പട്ടണം, പണിത പട്ടണം കാണാനായിട്ട് ദൈവം ഇറങ്ങി വന്നു. പണിത പട്ടണം കാണാനായിട്ട് ഇറങ്ങി വന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, അവർ 4-ാം വാക്യത്തിൽ പറയുന്നത് പണിയുക എന്ന് പറഞ്ഞു. 5-ാം വാക്യം പറഞ്ഞത് കർത്താവ് ഇത് കാണേണ്ടതിന് ഇറങ്ങി വന്നു.
6-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, അവർക്ക് ചെയ്യാൻ ചിന്തിക്കുന്നു അവർക്ക് അവർക്ക് അസാധ്യമാകത്തില്ല. എന്നിട്ട് പറഞ്ഞത് ഹല്ലേലൂയ, അവർ നിരൂപിക്കുന്നു. ദൈവം അവർ പണിത പട്ടണം കാണാനായിട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് 7-ാം വാക്യം എന്താ പറയുന്നത്? ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷയെ കലക്കി അവരെ ചിതറിച്ചു കളഞ്ഞു. 8-ാം വാക്യം വേഴ്സ് 8. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. അപ്പൊ അങ്ങനെയാണ് 5-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? തമ്മിൽ നാം ഇഷ്ടികയാർത്ത് ചൂടുക. പണിത പട്ടണം, പണിയാൻ പോകുന്നതല്ല, പണിത പട്ടണം അല്ലേ? അപ്പോ പണിതു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്നാ? പൂർത്തിയാക്കിയില്ലല്ലേ? നിങ്ങളുണ്ടോ എല്ലാവരും? പൂർത്തിയാക്കിയില്ലല്ലേ അതിന്റെ അർത്ഥം? പക്ഷേ ഇവിടെ പറയുക പണിന്ന് വിട്ടുകളഞ്ഞു. അപ്പൊ എന്തു പറഞ്ഞത്? അതായത് സ്പിരിച്വൽ തലത്തിൽ, മാനസിക നിലയിൽ അവർ കെട്ടിടം പണിത് കഴിഞ്ഞു. അത് കാണാനായിട്ട് കർത്താവ് ഇറങ്ങി വന്നു. അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ആ പണിയെല്ലാം തീർന്നു അല്ലെ? അപ്പൊ 11-ാം അധ്യായത്തിൽ ആ സാങ്കല്പിക മണ്ഡലത്തിലെ കോട്ട പൊളിച്ചു, പണി നടന്നുമില്ല. ഇത് കഴിഞ്ഞപ്പോണ്ടല്ലോ അടുത്തൊരാളെ പിടിച്ചു സങ്കല്പിക്കാനായിട്ട്. 11-ാം അധ്യായം, ഞാൻ ഓരോ അധ്യായത്തിലും ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, മാത്രമല്ല നിങ്ങൾ ഉറങ്ങി വീഴാതിരിക്കാനും കൂടെ ആയിട്ടാണ് ഞാൻ ഇച്ചിരി വേഗം തോന്നുന്നത്. അപ്പൊ അതിന്റെ 12-ാം അധ്യായത്തിൽ ഒരാളെ സങ്കല്പിക്കാനായിട്ട് കർത്താവ് പിടികിട്ടിയേ. വായിച്ചു നോക്കിക്കോ, വായിച്ചോ. അതിന്റെ 1-ാം വാക്യം, 2-ാം വാക്യം, 3-ാം വാക്യം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ടു ഞാൻ നിന്നോട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒറ്റയ്ക്ക് ഒരുത്തൻ ഇറങ്ങിയിരിക്കുകയാണേ. അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, വലിയ ജാതിയാക്കും, നിന്നെ ഒരു വംശമാക്കും. സങ്കല്പത്തിലേക്ക്, അതായത് അബ്രഹാമിന്റെ സോളിനകത്തേക്ക് ഒരു വിത്തിട്ട് ദൈവം. പണ്ട് ഹവ്വയുടെ മനസ്സിനകത്തേക്ക് പിശാച് ഒരു വിത്തിട്ടില്ലേ? അതുപോലെ അബ്രഹാമിന്റെ മനസ്സിലേക്ക് ഒരു വിത്തിട്ടു. നിന്നെ വലിയ ജാതിയാക്കും അബ്രഹാമേ, നിന്റെ പേര് വലുതാക്കും അബ്രഹാമേ. അബ്രഹാം അതിനെ സങ്കല്പിച്ചു, അബ്രഹാം അതിനെ അങ്ങ് ചിന്തിച്ചു. ആ സങ്കല്പിച്ചതിനെ ദൈവം പറഞ്ഞതാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. 14-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നറിയോ? യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. 12-ാം അധ്യായത്തിൽ ഈ സങ്കല്പമായേ. ഓക്കെ, ഈ സങ്കല്പിച്ചിറങ്ങിയ അബ്രഹാമിനെ കുറിച്ച് 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പറയുക, അവൻ ബഹു സമ്പന്നനായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ആയിരുന്ന ആ സങ്കല്പതലത്തിൽ നിന്നവനെ സംബന്ധിച്ചിടത്തോളം 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ ലോത്തിന്റെയും അബ്രഹാമിന്റെയും ആടുമാടുകൾ കൊണ്ട് ദേശത്ത് പിന്നെ വേറെ ആർക്കും താമസിക്കാൻ മേലാതെയായി. സങ്കല്പതല ഓപ്പൺ ആയതാണ്. എന്നിട്ട് വായിച്ചു 14-ാം വാക്യം, 15-ാം വാക്യം, 16-ാം വാക്യം, 13-ാം അധ്യായത്തിന്റെ. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതും, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാം. നീ പുറപ്പെട്ടു ദേശത്തെ നെടുകയും കുറുകയും സഞ്ചരിക്ക, ഞാൻ അത് നിനക്ക് തരും. കേട്ടോ? അപ്പൊ അബ്രഹാമിന്റെ സങ്കല്പതലത്തെ വീണ്ടും വീണ്ടും ഓപ്പൺ ആക്കുക കർത്താവ് പറഞ്ഞു, നീ കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും നോക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ചുമ്മാ ഇങ്ങനെ നോക്കാനല്ല.
അതിനെ നിന്റേതാകുന്ന നിലയിൽ നീ ഒന്ന് നോക്കിക്കേ. നിന്റെ സ്വന്തമാകുന്ന നിലയിൽ ഒന്ന് നോക്കിക്കേ. നിന്റെ അവകാശമാക്കുന്ന മനോഭാവത്തോടെ നോക്കിക്കേ. ആമേൻ. ആരൊക്കെയോ എന്തൊക്കെയോ ചിലത് സങ്കല്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. നിങ്ങളുടെ ഇമാജിനേഷൻ ഉണ്ടല്ലോ, ദൈവം തന്ന ഒരു ഗിഫ്റ്റാ. സങ്കല്പിക്കുക, ചിന്തിക്കുക. അതുകൊണ്ടാണ് റോങ് ആയിട്ടുള്ള കാര്യം ചിന്തിക്കരുത്. നല്ലതേ ചിന്തിക്കാവൂ. തെറ്റായ കാര്യത്തിൽ ചിന്തിച്ചു കൂട്ടരുത്. സാഹചര്യങ്ങൾ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ. നല്ലതേ ചിന്തിക്കാവൂ. അപ്പൊ ഇവിടെ ചിന്തിച്ചു നോക്കിക്കേ, അബ്രഹാമിന്റെ സങ്കല്പതലത്തെ കർത്താവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നീ കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും നോക്കുക. നീ നോക്കുന്ന സ്ഥലത്തെ. അപ്പൊ നീ നോക്കുമ്പോ എങ്ങനെ നോക്കണം എന്നറിയാവോ? നോക്കുമ്പോ വെറുതെ ഈ വിനോദസഞ്ചാരികൾ നോക്കുന്ന പോലെ നോക്കരുത്. ഒരു പറമ്പ് മേടിക്കാൻ പോകുമ്പോൾ നീ എങ്ങനെ നോക്കും? ഒരു വീട് മേടിക്കാൻ പോകുമ്പോൾ നീ എങ്ങനെ നോക്കും? അങ്ങനെ നോക്കണം, അല്ലേ? നമ്മളൊരു പറമ്പ് മേടിക്കാൻ പോകുമ്പോൾ, ഒരു വസ്തു മേടിക്കാൻ പോയാൽ എങ്ങനെ നോക്കുന്നത്? അതിന്റെ അയൽവക്കം എങ്ങനുണ്ട്, വഴി എങ്ങനുണ്ട്, മണ്ണ് എങ്ങനുണ്ട്, വൃക്ഷം എങ്ങനുണ്ട്, ഇവിടെ വീട് പണിയാൻ പറ്റുമോ, ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ, വെള്ളത്തിന് എങ്ങനുണ്ട് അവസ്ഥ, വണ്ടി കയറി പോവുമോ, രാത്രിയില് ഒറ്റപ്പെട്ടതുപോലാണോ തോന്നും. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോക്കും സ്ഥലം മേടിക്കാൻ പോകും. ഇവിടെ ആ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, മോനെ നീ പോയി നോക്കുമ്പോ വിനോദസഞ്ചാരികൾ മൃഗശാലയിൽ പോകുന്ന പോലെ നോക്കരുത്. വിനോദസഞ്ചാരികൾ വെള്ളച്ചാട്ടം കാണാൻ വന്ന പോലെ നോക്കരുത്. നീ നോക്കുമ്പോ എങ്ങനെ നോക്കണം എന്നറിയാം? ഇത് നിന്റേതാ, ഇത് നിന്റേതാ. ആ സങ്കല്പം നിന്റെ അകത്ത് വരട്ടെ. അതിനാണ് നിനക്ക് തരുമെന്ന് കർത്താവ് പറഞ്ഞു. നിനക്ക് തരുമെന്ന് കർത്താവ് പറഞ്ഞതിന് അവന്റെ അകത്തുള്ള ആ ഇമാജിനേഷൻ റലത്തെ കർത്താവിന് ഓപ്പൺ ചെയ്യണം. അവന്റെ സങ്കല്പ റലത്തെ തുറക്കണമായിരുന്നു. ഞാൻ പറയാം, ഇന്ന് കർത്താവ് നിങ്ങളോട് വചനം ഘോഷിക്കുന്നതിന്റെ പുറകിൽ കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ സങ്കല്പ റലത്തെ തുറക്കണം. നിങ്ങൾ ഇതുവരെ ഇടുങ്ങിയ ചിന്താഗതിയിലാണ് നിന്നതെങ്കിൽ നിങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതി ഒന്ന് മാറണം. രോഗിയാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ അവസ്ഥയിൽ നിങ്ങൾ പുറകോട്ട് അതിനെ തള്ളിക്കളഞ്ഞ് പുറത്തേക്കൊന്ന് വരണം. നിങ്ങളെ നിരാശപ്പെടുത്തി തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ആ സങ്കല്പ റലത്തിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തേക്ക് ചാടി വരണം. അത് കർത്താവ് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇന്ന്. ഈ 13-ാം അധ്യായത്തിൽ ഈ ഒരു സങ്കല്പത്തിന്റെ വാതില് കർത്താവ് തുറന്നു കൊടുത്തു. അവന് ആ ഒരു സങ്കല്പ റലത്തിലേക്ക് അവനെ കർത്താവ് കൊണ്ടുവന്നു. എന്നാൽ 14-ാം അധ്യായത്തില് നമുക്കറിയാം, ലോത്തിന്റെ സമ്പത്തിനെയും രാജാക്കന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. വീട്ടിലുണ്ടായിരുന്ന 318 പേരുമായിട്ട് എന്നിട്ട് എല്ലാം അട്ടിച്ചു പൊളിച്ച് തകർത്ത് എല്ലാത്തിനും തിരിച്ചു പിടിച്ചോണ്ട് വന്നു അബ്രഹാം. എല്ലാത്തിനും തിരിച്ചു പിടിച്ചോണ്ട്. അങ്ങനെ എല്ലാം തിരിച്ചു പിടിച്ചോണ്ട് വരുന്ന വഴിക്ക് ശാലേം രാജാവിനെ കണ്ടു. രാജാവിനെ കണ്ടപ്പോ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിട്ട് അവനെ കാണാൻ പറ്റും. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അബ്രഹാം തനിക്കുള്ള സകലത്തിലും ദശാംശം കൊടുത്തു. അപ്പോഴ് സോദോം രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ 318 വരെ ഇങ്ങ് തന്നിട്ട് എന്റെ സമ്പത്തെല്ലാം എടുത്തോളാൻ പറഞ്ഞു. അപ്പം അബ്രഹാം പറയും, ഇല്ലില്ല, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയാതിരിക്കാൻ ചെരുപ്പിന്റെ വള്ളി പോലും ഞാൻ എടുക്കത്തില്ല. എന്തോ വാക്കാതൊക്കെ, എന്തൊരു വാക്കാത്. അപ്പൊ അതായത് അബ്രഹാമിന്റെ വേറൊരു സങ്കല്പറല അവിടെ തുടക്കുക. ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്, ഞാൻ സമ്പന്നനാകാൻ പോകുന്നത് ഒരു രാജാവിന്റെ സമ്പത്ത് കൊണ്ടല്ല. എനിക്ക് വാക്കു പറഞ്ഞൊരു ദൈവമുണ്ട്. അവൻ എന്നെ സമ്പന്നനാക്കും, അവൻ എന്നെ അനുഗ്രഹിക്കും. എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട, കർത്താവിന്റെ വാക്തത്വം എന്നിൽ നിവർത്തിക്കാൻ. നിങ്ങളോട് ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നിങ്ങളോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാനായിട്ട്
ആരും നിങ്ങളുടെ കൂടെ നിൽക്കാനില്ല എങ്കിലും എന്റെ ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചിരിക്കും. ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് പോവായിരുന്നേ. ഇത്രയും സ്മൂത്ത് ആയിട്ട് പോവാ, വളരെ സ്മൂത്ത് ആയിട്ട് പോവാ. അതിനിടയ്ക്ക് അബ്രഹാം വേറൊരു പണി ചെയ്തു. ഈ 14 വരെ നമ്മളെത്തിയേ 15-ാമത്തെ അധ്യായത്തിന് 1-ാം വാക്യവും 2-ാം വാക്യം വായിച്ചു. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഒരു സങ്കല്പത്തിന് വിത്ത് ഇടുകയാണേ, സങ്കല്പത്തിന് വിത്ത്. ഉടനെ അബ്രഹാം വേറൊരു സങ്കല്പം മനസ്സിൽ കൊണ്ടു നടക്കുക. പറഞ്ഞു, വായിച്ചു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവരായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമശ്കേക്കുകാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. ഇത്രയും നേരം സങ്കല്പമൊക്കെ കറക്റ്റ് ആയിരുന്നേ. ഇവിടെ വന്നപ്പോ സങ്കല്പം തെറ്റിപ്പോയി. പുള്ളിയുടെ മനസ്സ് വേറൊരു നിലയിലേക്ക് പോയി. ഇനി എനിക്ക് കുഞ്ഞും കൊണ്ടാകാൻ പോകുന്നില്ല. കുഞ്ഞ് ഇനി ഇത്രയും പ്രായമല്ല, ഇനി നടക്കാൻ പോകുന്നില്ല. മിക്കവാറും വീട്ടിലെ വേലക്കാരനും കൊണ്ടങ്ങ് പോകും എന്ന് അബ്രഹാം ഉറപ്പിച്ചു. അപ്പൊ അബ്രഹാം ഇത് പറയാൻ കാരണമുണ്ട്. ഈ ദമ്മശേക്കുകാരൻ ആരാന്നറിയോ? അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ച വേലക്കാരനാ. ഇവര് പാരമ്പര്യമായിട്ട് അബ്രഹാമിന്റെ വീട്ടിൽ ജോലിക്കാരാ. അപ്പൊ ഈ സ്വത്ത് ഈസി ആയിട്ട് പോയി ചേരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? കർത്താവ് നിനക്ക് കാറ് തരാന്ന് പറഞ്ഞിട്ട് ചൊക്കട സൈക്കിള് തരത്തില്ല, പറഞ്ഞതേ തരത്തുള്ളൂ. ചിലർ എന്നോട് പറഞ്ഞു കേട്ടോ, അച്ഛാ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 10,000-ന് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കണം, അപ്പോഴേ 100 കിട്ടത്തുള്ളത്. ഏതുണ്ട്? ഇല്ലില്ല. കർത്താവ് വചനം വ്യക്തമായിട്ട് ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെ മക്കൾക്ക് മുട്ട ചോദിച്ചാൽ തേളിനെയോ, മീൻ ചോദിച്ചാൽ പാമ്പിനെയോ, അപ്പം ചോദിച്ചാൽ കല്ലിനെയോ കൊടുക്കത്തില്ലെങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ, പരിശുദ്ധാത്മാവ് ചോദിക്കുന്നതിനെ നൽകുന്നത് അധിക നിശ്ചയമാണ്. ചോദിക്കുന്നതിനെ തരും. നിങ്ങൾ ചോദിക്കുന്നതിനെ തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ പറഞ്ഞതിനെ തരുമെന്നുള്ള 100% ഉറപ്പാണ്. അപ്പൊ ഇമാജിനേഷൻ അല്ല. അപ്പൊ ഈ അബ്രഹാമിന് ഇപ്പൊ എന്താ കാര്യം അറിയോ? നിലത്തെ പറഞ്ഞു, നീ കണ്ടല്ലോ നിലം, ഇതുപോലത്തെ ഈ വസ്തു എല്ലാം നിനക്ക് തരും. ഈ മക്കളെ ഒന്നുമായിട്ട് കർത്താവ് സങ്കല്പിച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞില്ല. അപ്പൊ ദൈവം ഇപ്പോൾ ഒരു കാര്യം ചെയ്തു. അബ്രഹാം ഇങ്ങനെ വന്നേ, പുറത്ത് വന്നേ, പുറത്ത് വിളിച്ചോണ്ട് 5-ാം വാക്യം. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. കർത്താവ് അബ്രഹാമിനോട് ഒരു കാര്യം, ഇവന്റെ മനസ്സിനകത്ത് ദമ്മശേക്കുകാരനായ എലയാസർ കയറിയിരിക്കുക, ഇത് പുറത്തിറക്കണം. ഇത് പുറത്തിറക്കണമെങ്കിൽ ഇവന് കാണുന്ന ഒരു അടയാളം കാണിച്ചു കൊടുക്കണം. കർത്താവ് പറഞ്ഞു, നീ പുറത്തിറങ്ങി വാ, നീ പുറത്തിറങ്ങി വാ. നീ കൂടാരത്തിനകത്തിരുന്ന് ദമ്മശേക്കുകാരനെ കണ്ടുകൊണ്ടിരിക്കുന്നതോറും നിനക്കൊരു കുഴപ്പമുണ്ട്. ഈ ദമ്മശേക്കുകാരനെ നീ നിന്റെ ആളായിട്ട് അംഗീകരിക്കും. പക്ഷെ എപ്പോഴാണോ നീ വിശാലമായി ഇതിനെ കാണുന്നത്, അവിടെയാണ് നിന്റെ കാഴ്ച മാറാൻ പോകുന്നത്. നമ്മള് ആ വാക്യം നല്ല പോലെ ഒന്ന് വായിച്ചേ ബ്രദറെ, നല്ല പോലെ ഒന്ന് വായിച്ചേ. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നക്ഷത്രങ്ങൾ ബഹുവചനമാണോ ഏകവചനാണോ? ബഹുവചനം. നക്ഷത്രങ്ങൾ ബഹുവചനമാണോ ഏകവചനമാണോ? പറഞ്ഞേ. ബഹുവചനം അല്ലെ, പ്ലൂറൽ. പക്ഷെ അടുത്ത് വായിച്ചേ, നിന്റെ സന്തതി ഇങ്ങനെയാകും. സന്തതി ഏകവചനാണോ ബഹുവചനാണോ? നക്ഷത്രങ്ങൾ പ്ലൂറൽ, സീഡ്, സന്തതി, സൺ എന്ന് പറയുന്നത്
സിംഗുലർ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദൈവം അവിടെ പറഞ്ഞത് ഇസഹാക്കിനെ കുറിച്ചോ യാക്കോബിനെ കുറിച്ചോ യാക്കോബിന്റെ 12 തലമുറകളെ കുറിച്ചല്ല പറഞ്ഞത്. ഒന്നാമത്തെ മനുഷ്യനായ ആദാം, ഒടുക്കത്തെ മനുഷ്യനായ ക്രിസ്തു, ഒടുക്കത്തവനായ ക്രിസ്തു, നിന്റെ സന്തതി ഈ വണ്ണമാകും. സങ്കല്പറലം തുറന്നു. ആദമിനോട് കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാനൊരു വാക്ക് തരികയാണ്, നിന്റെ സന്തതി ഈ വണ്ണമാകും. നക്ഷത്രങ്ങളെ പോലെ ന്യൂമറസ്, അതായത് സംഖ്യ കൊണ്ട് നിനക്കെണ്ണാൻ കഴിയാത്തത്. സംഖ്യ കൊണ്ട് നിനക്കെണ്ണാൻ കഴിയാത്തത്. ഓക്കെ, ഒന്നാമത്തത്, നിനക്ക് ഇന്നും നക്ഷത്രങ്ങൾ എണ്ണാൻ പറ്റുമോ? ഗാലക്സി എണ്ണാൻ പറ്റുമോ? ഇല്ലില്ല. ഗാലക്സിയുടെ പ്രകാശം എവിടുന്ന? നക്ഷത്രത്തിന്റെ പ്രകാശം എവിടുന്ന? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ചന്ദ്രൻ എങ്ങനെയാ പ്രകാശിക്കുന്നത്? സൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന. നക്ഷത്രങ്ങളോ സ്വയം പ്രകാശിക്കുന്നു. അപ്പൊ നിന്റെ സന്തതി എങ്ങനെയാകും? നക്ഷത്രത്തെ പോലെ അവൻ സ്വയം പ്രകാശിക്കും. ആരുടെ ലൈറ്റിന്റെ ആവശ്യമില്ല. 1. 2, സംഖ്യ കൊണ്ട് എണ്ണാൻ പറ്റത്തില്ല, ഇവനെ നിനക്ക് ഒതുക്കാൻ പറ്റത്തില്ല. 2. മൂന്നാമത്തെ കാര്യം പറയാം, നക്ഷത്രം ദൂരെ നോക്കി എങ്ങനെ ഇരിക്കും? ചെറുതാ. അടുത്തു പോയാലോ ഈ ലോകത്തിലുള്ള മറ്റു ഗ്രഹങ്ങളെക്കാളെല്ലാം പല മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രമുണ്ട്. നീ ദൂരെ നോക്കിയാൽ ചെറുതായിരിക്കും, പക്ഷെ നിനക്ക് പോലും അടുത്തു പോകാൻ കഴിയാത്ത തേജസ്സുള്ളവനായിരിക്കും നിന്റെ മകൻ. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല? മനസ്സിലാകാത്തവർക്കായി സ്തോത്രം, മനസ്സിലായവർക്കായി സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ക്രിസ്തു ആരാന്നറിയാമോ? നീ ദൂരെ നിന്ന് കണ്ട ചെറുതായിട്ട് നിനക്ക് തോന്നുന്നു. ക്രിസ്തു എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ കൈയടിച്ചിട്ട് പോകുന്ന അല്ല. നീ അടുത്ത് കഴിയുമ്പോൾ ഒരു കാര്യം അറിയാം, നിനക്ക് അടുത്തുകൂടാൻ പറ്റാത്തൊരു വെളിച്ചമാണവൻ. അവൻ ലോകത്തിൽ ഒരിടത്തും ഒതുക്കിക്കൂടാൻ കഴിയാത്തവനാണ്. അവനെ ആർക്കും തൊടാൻ കഴിയത്തില്ല. അവൻ അത് കത്തി ജ്വലിക്കുന്ന ശോഭയാണ്. അവൻ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ സന്തതി നക്ഷത്രങ്ങളെ പോലെയാകും. നക്ഷത്രത്തെ പോലെയാകും. സങ്കല്പറലവും തുറന്നേ. നിങ്ങളൊന്ന് വിചാരിച്ച്, നിങ്ങളൊന്ന് വിശ്വസിച്ച്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ആം എ സൺ ഓഫ് ഗോഡ്. ഞാൻ ആരാന്നറിയുമോ? നക്ഷത്രത്തെ പോലുള്ളവനാ. ഞാൻ ആരാന്നറിയുമോ? നക്ഷത്രങ്ങളെ പോലുള്ളവനാ. ഹല്ലേലൂയ. എന്റെ പ്രത്യേകത എന്നാന്നറിയാമോ? അത് ദൂരെ നിന്ന് കണ്ടാൽ ചെറുതായിട്ടൊക്കെ തോന്നും, പക്ഷെ അടുത്ത് വന്ന വിവരം അറിയും. കാരണം എന്റെ അകത്ത് ജ്വലിച്ച് പ്രകാശിക്കുന്നൊരു തേജസ് ഇരിപ്പുണ്ട്. ആമേൻ. എന്റെ അടുത്ത് ആർക്കും അടുത്തുകൂടാൻ കഴിയാത്തൊരു വെളിച്ചം എന്റെ അകത്ത് ഇരിപ്പുണ്ട്. എന്റെ വെളിച്ചം വരുന്നത് എവിടുന്നോ പുറത്തു നിന്നല്ല, എവിടുന്നോ കിട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതല്ല. എന്റെ അകത്ത് ഈ പ്രകാശം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക. ആർക്കും ഒതുക്കാൻ കഴിയാത്തതാണ് ഈ പ്രകാശം ഇങ്ങനെ. ഓ യെസ്. അതുകൊണ്ടാണ് നീതിമാന്മാരെ നക്ഷത്രങ്ങളോട് ഉപമിച്ച് ദൈവവചനത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ആമേൻ 3 വിദ്വാൻമാർ നക്ഷത്രത്തെ ഫോളോ ചെയ്തത്. സ്റ്റാർ, നിന്റെ സന്തതി ഈ വണ്ണമാകും, നക്ഷത്രത്തെ പോലെ. അവൻ അതുപോലെ അതുപോലെ അതുപോലെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ അവൻ ഇമാജിനേഷൻ റലത്തെ കർത്താവ് ഓപ്പൺ ചെയ്തു. ആ സങ്കല്പ റലം തുറന്നപ്പോ, അവന്റെ സങ്കല്പിക്കുന്ന റലം തുറന്നപ്പോ, ഹല്ലേലൂയ, അബ്രഹാം എന്ത് ചെയ്യുന്നറിയാവോ? ആമേൻ. ഉൽപ്പത്തി പുസ്തകം 15:6 പറയാ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. ഇന്ന് എത്ര പേർക്ക് നിങ്ങളുടെ ഹല്ലേലൂയ ഒരു ഇമാജിനേഷൻ റലത്തെ ഓപ്പൺ ആക്കാൻ പറ്റും? യെസ്, എന്റെ കോളിംഗ് ഈസ് ഗ്രേറ്റ്, എന്റെ വിളി വലുതാ, എന്റെ അനോയിന്റിങ് വലുതാ, എന്റെ മേൽ കിടക്കുന്ന പുതപ്പ് വലുതാ, എന്റെ നിയോഗം വലുതാ. ആമേൻ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെറുതാ, പക്ഷെ എന്റെ വിളി വലുതാ. ഹല്ലേലൂയ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ രോഗി പോലൊക്കെ തോന്നുന്നു, പക്ഷെ എന്റെ വിളി വലുതാ. ആമേൻ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഞാൻ പ്രയോജനമില്ലാത്തവനെ പോലെ തോന്നുന്നു, പക്ഷെ എന്റെ മേലൊരു വിളി കിടപ്പുണ്ട്. എന്താ വിളി എന്നറിയാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ പോഷത്വമായി എന്നെ കർത്താവ് വിളിച്ചിരിക്കുക. ഞാൻ ബലമില്ലാത്തവനെ പോലെ തോന്നിയേക്കാം, പക്ഷെ എന്റെ മേലൊരു വിളി കിടപ്പുണ്ട്. ബലവാന്മാരെ ലജ്ജിപ്പിക്കുന്ന ഒരു വിളിയുണ്ട്. ഞാൻ ഒന്നുമില്ലാത്തവനെ പോലെ തോന്നിയേക്കാം, പക്ഷെ എന്റെ മേൽ വിളി കിടപ്പുണ്ട്. ഒന്നുമില്ലാത്തതിനെ, ഏതുമില്ലാത്തതിനെ, നികൃഷ്ടമായതിനെ ആളുടെ തെരഞ്ഞെടുത്തുകൊണ്ട് ആമേൻ ഉള്ളതിനെ ലജ്ജിപ്പിക്കാനായിട്ട് നിർത്തുന്ന ഒരു വിളി എന്റെ മേൽ കിടപ്പുണ്ട്. സോ ഐ ആം ബ്ലെസ്ഡ്.
ഹല്ലേലൂയ. ഈ 15-ാം അധ്യായത്തില് ആമേൻ കർത്താവ് വേറൊരു സങ്കല്പത്തെയും കൊടുത്തു. 15-ാമത്തെ വാക്യം വായിക്കാം. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. അബ്രഹാമിന് കുഞ്ഞിന്റെ വാക്തത്വം കൊടുത്തു, മരണത്തിന്റെ വാക്തത്വം കൊടുത്തു. അബ്രഹാമിന്റെ അകത്ത് ഉറപ്പായി, നോ വേ, എനിക്ക് ഒരു വിധത്തിലും ആമേൻ രോഗം, ദാരിദ്ര്യം, ICU, വെന്റിലേറ്റർ, ഇതൊന്നും എന്റേതല്ല. എന്റെ അകത്തൊരു പ്രോമിസ് കിടപ്പുണ്ട്. നല്ല വാർദ്ധക്യത്തിൽ കണ്ണിന്റെ ശോഭ മങ്ങാതെ, അസ്ഥിയുടെ ബലം ക്ഷയിക്കാതെ, ആമേൻ ഹല്ലേലൂയ, ബലഹീനനാകാതെ, ആമേൻ ആരോഗ്യത്തോടെ നിൽക്കുമെന്ന് അവനോട് ദൈവം ഒരു സങ്കല്പം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. അബ്രഹാം സങ്കല്പിച്ചതാണ് മോശയിലൂടെ നിവർത്തിക്കപ്പെട്ടത്. 16-ാം വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. നാളെ അടുത്തത് ചിന്തിക്കാം. 16-ാം വാക്യം. 4-ാം തലമുറക്കാർ അവിടേക്ക് മടങ്ങി വരും, അമോര്യരുടെ അക്രമം അതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അപ്പൊ ഇവിടെ പറയുന്നത്, എന്റെ മക്കള് വേറൊരു സ്ഥലത്ത് പോയി വസിക്കും, പക്ഷെ അവർ 4-ാം തലമുറ തിരിച്ചു വരും, വാഗ്ദത്ത ദേശത്തേക്ക് തിരിച്ചു വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് തന്നെ അബ്രഹാം കണ്ടു എന്റെ മക്കൾ അടിമത്വത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹല്ലേലൂയ കർത്താവ് ഇന്ന് നിങ്ങളോട് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ, എനിക്കറിയാം ഇത് വേണ്ടതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും എത്ര മൈൻഡിൽ ഇത് നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ഈ മെസ്സേജ് നിങ്ങൾ വീണ്ടും കേൾക്കണം. ഇത് നാളെ തന്നെ, ഈ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ചാനലിൽ ഇത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് വീണ്ടും കേൾക്കണം. ഇതിന്റെ ഒരു പോയിന്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ ഇമാജിനേഷൻ റെലവൊന്ന് ഓപ്പൺ ആകട്ടെ. അത് എവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ, പുതിയ നിയമത്തിലേക്കും വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൂട്ടായ്മയ്ക്ക് സ്വത്രം. ഞങ്ങളുടെ സങ്കല്പത്തില് ഞങ്ങൾ പലപ്പോഴും തകരുന്നതും നശിക്കുന്നതും തീർന്നു പോയതുമൊക്കെ സങ്കല്പിക്കുമ്പോൾ അതിന് മീതെ ഞങ്ങളെ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കർത്താവിന് രാത്രി ഞങ്ങൾക്ക് തന്നതിനായ സ്തോത്രം. ഞങ്ങൾ ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഭാവി ഏറ്റവും അനുഗ്രഹകരമായിരിക്കുമെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു. കർത്താവേ, മാനിച്ചതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.